ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOSലെ +2ലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫാദർ ഡിയർ ഫാദർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സ്റ്റുഡൻസ് അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ യങ് ബോയ് റൈറ്റ്സ് എ ലെറ്റർ in reply to the one he has received from his father. Let us see what he has to say. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു യങ് ബോയ്, ഒരു ചെറിയൊരു ബോയ്, ഒരു ചെറിയൊരു ആൺകുട്ടി അദ്ദേഹത്തിന്റെ അച്ഛൻ എഴുതിയ ഒരു കത്തിന് മറുപടി എന്നോണം എഴുതുന്ന ഒരു കത്താണ്, റിപ്ലൈ ലെറ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളൊക്കെയാണ്. നമ്മുടെ പാരന്റ്സ് നമ്മൾ എത്രത്തോളം പഠിക്കാൻ അവർ നമ്മളെ നിർബന്ധിക്കുന്നു, അതിൽ കുട്ടികൾക്ക് എന്തൊക്കെ രീതിയിലാണ് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നുള്ള രീതിയിലുള്ളൊരു ചെറിയൊരു കത്ത് രൂപേണ ഈ കുട്ടി അച്ഛനോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളാണ്. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഡിസ്കസ് ചെയ്യും. ഇത് 2 സെക്ഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സെക്ഷന്റെ സമ്മറി ഒന്ന് നോക്കിയിട്ട് വരാം. Dear Papa, this is an answer to your letter about my transgression. Yes, my first rank slipped to the second. You advised that I should think before answering the papers. Yes, the operating word think did make me reflect, and these are the results of those reflections. ഇതിൽ ആദ്യം പറയുന്നത് ഡിയർ പപ്പ അല്ലെങ്കിൽ ഡിയർ അച്ഛ, ദിസ് ഈസ് എൻ ആൻസർ ടു യുവർ ലെറ്റർ അബൌട്ട് മൈ ട്രാൻസ്ഗ്രഷൻ. എന്താ ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫെയിലിയർ, അതായത് ഇത് എൻ്റെ ഒരു മറുപടി, അച്ഛനോടൊരു മറുപടി എന്നോണമുള്ളൊരു ഒരു കത്താണ് ഇത്. എൻ്റെ തോൽവിയെ കുറിച്ചിട്ടുള്ളൊരു കത്താണ് ഇത്. യെസ്, അതെ, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണ്? മൈ ഫസ്റ്റ് റാങ്ക് സ്ലിപ്പ് ടു ദ സെക്കൻഡ്, അതായത് ശരി തന്നെ, എൻ്റെ ആദ്യത്തെ റാങ്ക് പോയി, അത് രണ്ടാമത്തെ റാങ്കിലോട്ട് ഞാൻ എന്ത് ചെയ്തു, മാറി. ഞാൻ ഫസ്റ്റ് റാങ്കിലുള്ള ഒരു കുട്ടിയായിരുന്നു, പക്ഷെ ഇത്തവണ എനിക്ക് എന്തേ ഉള്ളൂ, എനിക്ക് എക്സാമിൽ സെക്കൻഡ് റാങ്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ഈ കത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. യു അഡ്വൈസ് ദാറ്റ് ഐ ഷുഡ് തിങ്ക് ബിഫോർ ആൻസറിങ് ദ പേപ്പേഴ്സ്. അതായത് അച്ഛൻ എന്നെ ഉപദേശിച്ചിരുന്നു, അച്ഛൻ എന്നെ അഡ്വൈസ് ചെയ്തിരുന്നു. എന്താണ്? ഞാൻ ഓരോ ആൻസർ എഴുതുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് വായിച്ച് നല്ലവണ്ണം തിങ്ക് ചെയ്ത് ആലോചിച്ച് എഴുതണമെന്ന് അച്ഛൻ എൻ്റെ അടുത്ത് ഒരുപാട് തവണ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, the operating word think did make me reflect, and these are the result of those reflections. അതായത് വീണ്ടും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എന്താണത്? ഓപ്പറേറ്റിംഗ് വേർഡ് തിങ്ക്, അതായത് തിങ്ക് എന്ന് പറയുന്ന ഒരു വേർഡ്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആലോചിക്കുക അല്ലെ? ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു മറുപടി എന്നോണം ഈ കത്ത് എഴുതാൻ സാധിച്ചത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, എനിക്ക് ആദ്യത്തെ റാങ്ക് പോയിട്ട് ഞാൻ രണ്ടാമത്തെ റാങ്ക് മാത്രമേ എനിക്ക് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ സെക്കൻഡ് പൊസിഷനിലായി. അപ്പൊ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അച്ഛൻ എന്നെ അഡ്വൈസ് ചെയ്ത പോലെ എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത്. ഫാദർ, വി ഹാവ് really been closed, and I can't rightly say you have been my friend. അപ്പൊ ഈ കുട്ടി വീണ്ടും പറയാണ്, അച്ഛ, നമ്മൾ രണ്ടുപേരും ഒരിക്കലും എന്തായിട്ടില്ല, ക്ലോസ് ആയിരുന്നില്ല, നമ്മൾ ഒരു ഫ്രണ്ട്സ് ആയിരുന്നില്ല. എങ്കിലും എന്തായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നില്ല താമസം. നമ്മൾ തമ്മിൽ അത്ര ഒരു എന്താ പറയാ, നല്ലൊരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടിരുന്നില്ല. യു ഹാവ് ബീൻ മൈ ഫ്രണ്ട്. എന്നിരുന്നാലും അച്ഛൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്നു, ഒരു ഫിലോസഫർ ആയിരുന്നു. ഫിലോസഫർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കുട്ടിക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു ചിന്തകനായിട്ട്, ഒരു ഫിലോസഫർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട്, എല്ലാ രീതിയിലും അച്ഛനാണ് എനിക്ക് റോൾ മോഡൽ. അച്ഛനാണ് എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്നത്. യെറ്റ് ഐ വുഡ് ലൈക്ക് യു ടു ബി അവെയർ ഓഫ് മൈ തോട്ട്സ്. എന്താണ്? എൻ്റെ ചിന്തകളെയും എൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? എൻ്റെ അച്ഛനായിരുന്നു.
ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യത്തോടു കൂടിയും ആഗ്രഹത്തോടു കൂടി ഞാൻ നോക്കി അവർ ആക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും. യു ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആൻഡ് യു പ്രൊവൈഡ് വെരി വെൽ ഫോർ ദ ഫാമിലി. പിന്നെന്താണ്, അച്ഛൻ എന്താണ്, വളരെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾസോ യു പ്രൊവൈഡ് വെരി വെൽ ഫോർ ദ ഫാമിലി, അതായത് ഫാമിലിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അച്ഛൻ നല്ല വിദ്യാസമ്പന്നൻ മാത്രമല്ല, ഫാമിലിക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ഇൻ യുവർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഡു യു അപ്ലൈ പൈതഗോറസ് തിയറം ഓർ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി? അപ്പൊ ഈ കുട്ടി വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിൽ, അതായത് അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ എന്താണ്, ഡു യു അപ്ലൈ പൈതഗോറസ് തിയറം, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴെങ്കിലും പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി, ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റി അത് ഉപയോഗിക്കുന്നുണ്ടോ? അതനുസരിച്ചിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഫോർ ദ മാറ്റർ, ഡസ് യുവർ ഡോക്ടർ ഫ്രണ്ട്, അതേപോലെ തന്നെ അച്ഛന്റെ ഡോക്ടർ ഫ്രണ്ട് ഉണ്ടല്ലോ, അദ്ദേഹം എന്താണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ തന്നെയാണോ ഫോളോ ചെയ്യുന്നത്? ഈ പൈതഗോറസ് തിയറം, ന്യൂട്ടൺസിന്റെ ലോ ഒക്കെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അത് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പിന്നെ പേഷ്യൻസിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അല്ല അല്ലെ. ഓർ യുവർ ലോയർ ബ്രദർ, പിന്നെ അച്ഛന്റെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബ്രദറും അല്ലെ, ഇവരൊക്കെ. അപ്പൊ എന്താ ഈ കുട്ടി മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അല്ലെ. അച്ഛൻ വളരെ വിദ്യാസമ്പന്നനാണ്, ഫാമിലിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എന്താണ്, അച്ഛൻ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ അച്ഛൻ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ ഉപയോഗിക്കുന്നത്? അതായത് പൈതഗോറസ് തിയറും ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റി ഒക്കെ ആണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? അതേപോലെ അച്ഛന്റെ ഡോക്ടർ ഫ്രണ്ട് ഒക്കെ ഈ ഒരു ന്യൂട്ടൺസ് ലോയും പൈതഗോറസ് തിയറും ഉപയോഗിക്കുന്നത്. അതേപോലെ അച്ഛന്റെ വക്കീലായിട്ടുള്ള ബ്രദർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഈ കുട്ടിയുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കുട്ടി അച്ഛന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. പാപ്പ, മൈ ഗ്രാൻഡ് ഫാദർ സ്പീക്സ് ഓഫ് എ കെയർഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്. പിന്നെ വീണ്ടും പറയാണ് അല്ലെ, അച്ഛ, മൈ ഗ്രാൻഡ് ഫാദർ, അതായത് അച്ഛന്റെ അച്ഛൻ അല്ലെ, എന്റെ മുത്തശ്ശൻ, സ്പീക്സ് ഓഫ് എ കെയർ ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെ, ഒന്നും ചിന്തിക്കാനില്ലാത്ത ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള, കെയർ ഫ്രീ എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാനില്ല, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ആൻഡ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ്, അവർക്ക് ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു കുട്ടിക്കാലം. ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം, നല്ലൊരു ചൈൽഡ്ഹുഡ് ആയിരുന്നു അവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഓഫ് ഡേയ്സ് സ്പെൻഡ് ഇൻ പ്ലക്കിംഗ് മാംഗോസ് ആൻഡ് ഗുവാസ് ഫ്രം ദെയർ ഓർക്കാഡ്സ്, അതായത് ഓഫ് ഡേയ്സ്, അവധിയുള്ള ദിവസങ്ങൾ അവരെങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത്, അവരുടെ ടൈം എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നത്? പ്ലക്കിംഗ് മാംഗോസ് അല്ലെ, മാവിൽ നിന്ന് മാങ്ങ പറിച്ചിട്ടും, പിന്നെ പേരമരത്തിൽ നിന്ന് പേരക്ക, ഗുവ എന്ന് പറഞ്ഞാല് പേരക്ക അല്ലെ, പേരക്ക പറിച്ചിട്ടും, ഫോർ ദെയർ ഓർക്കാഡ്സ്, അവരുടെ രീതിയിൽ എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഉള്ള കുട്ടികൾ അങ്ങനെയാണോ? അപ്പൊ ഈ കുട്ടി പറയാണല്ലേ, ഗ്രാൻഡ് ഫാദർ ഒക്കെ അവർ എത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ, അവരുടെ കുട്ടിക്കാലം. Orchards of picnics on the banks of the river where the man cooked mouth-watering food. പിന്നെ ഇവര് അവധി കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോയിട്ട് ഒരു ചെറിയൊരു നദീതീരത്തൊക്കെ ചെന്ന് ഫുഡൊക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, വായിൽ വെള്ളം, മൗത്ത് വാട്ടറിങ് ഫുഡ് എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം ഊറുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഇവരൊക്കെ കഴിക്കുമായിരുന്നു. പിന്നെ ഓഫ് പ്ലേയിങ് മാർബിൾസ് ആൻഡ് ഗില്ലി ഡാൻഡ, അതായത് നാട്ടിൻപുറത്തുള്ള കളികളില്ല, നമ്മളെവിടെ ഉണ്ടല്ലോ പല രീതിയിലുള്ള, പണ്ട് നമുക്കറിയാലോ, പണ്ട് നമ്മുടെ പാരന്റ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം പല രീതിയിലുള്ള കളികൾ, നാട്ടിൻപുറത്തുള്ള കളികൾ. അപ്പൊ അതുപോലെയുള്ള കളികളാണ് ഗില്ലി ഡാൻഡ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കളികളൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അവരനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ലൈഫിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഫ്രം ഹിസ് ടോക്ക് ഇറ്റ് സീംസ് സ്റ്റഡീസ് വേർ ആൻ ആൻസിലറി സബ്ജക്ട്. എന്താണ് ഫ്രം ഹിസ് ടോക്ക്, അതായത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെ, ഈ കുട്ടിക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? സ്റ്റഡീസ് വേർ ആൻ ആൻസിലറി സബ്ജക്ട്, അതായത് സ്റ്റഡീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ ഒരു അത്ര പ്രയോറിറ്റി ഇല്ല. ആൻഡ് ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ദ മേജർ സബ്ജക്ട്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ജീവിക്കുന്നതും ജീവിതത്തിൽ കൂടി നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളുമാണ് എന്ത് ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ളത്. അതായത് സ്റ്റഡീസിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്താണ്? നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് മുത്തശ്ശന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണ്,
എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫാദർ, ഇസ് ഹി ഫിബിങ്? അപ്പൊ ചോദിക്കുകയാണ്, അച്ഛ അദ്ദേഹം എന്താണ് നുണ പറയുകയാണോ? ഫിബിങ് എന്ന് പറഞ്ഞാൽ കള്ളം പറയുകയാണോ അല്ലെങ്കിൽ നുണ പറയുകയാണോ? അച്ഛ അദ്ദേഹം എന്താ നുണ പറയുകയാണോ? ഓർ ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ഹി വേർഡ്സ് ഹാവ് ടേൺ ടോപ്സി ടർവേ ഇൻ ജസ്റ്റ് അബൌട്ട് 70 ഇയേഴ്സ്? അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 70 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ മാറിപ്പോയതാണോ എന്നാണ് ഈ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ട് കുട്ടി ആ ഒരു മനസ്സിലുള്ള ടെൻഷൻസ് ഒക്കെ ഇങ്ങനെ പറയാണ്. കാര്യം ഇത്രയും എന്താണ് നമ്മൾ ഹാർഡായിട്ട് സ്റ്റഡി ചെയ്ത് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ കുട്ടി എന്താ പറയുന്നത്, ഈ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒന്നല്ല ലൈഫിൽ ഇമ്പോർട്ടന്റ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ എന്താണ്, അവരൊന്നും അത്ര പഠിച്ചിട്ടുള്ള ആളുകളൊന്നുമല്ല, പക്ഷെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതൊന്നും അവർ സ്കൂളിലൊന്നും പഠിച്ചതല്ല, പക്ഷെ ദേ ആർ ലേൺഡ് ഫ്രം ദെയർ ലൈഫ്. അതായത് അവരുടെ ലൈഫിൽ നിന്ന് അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത്, അവർ പകർന്നു നൽകുന്നത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിൽ കുട്ടി വീണ്ടും പറയുന്നത് ആരാണ്, ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വീണ്ടും പറയുന്നത്, പാപ്പ, മൈ ഗ്രാൻഡ് മദർ ഇസ് എ സെമി ലിറ്ററേറ്റ്. അതായത് മുത്തശ്ശി എന്ന് പറയുന്നത് വളരെ ആദ്യം വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരാളാണ്, വിദ്യാഭ്യാസം കുറവായിട്ടുള്ള ഒരാളാണ്. Yes, she at peace with her pots, pans, her flowers and garden. പക്ഷെ അവരെപ്പോഴും എന്താണ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ചെടികളും അവരുടെ കുറെ കാര്യങ്ങളും പോട്ട്സും ഫ്ലവേഴ്സും ഗാർഡനിങ്ങും കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെർ ഭഗവത് ഗീത ആൻഡ് സ്ക്രിപ്റ്റേഴ്സ് അല്ലെ, അതായത് ഒരുപാട് വേദങ്ങളും ഗീതയും രാമായൺ പോലുള്ള ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ അവർ വായിക്കുന്നുണ്ട്. മൈ മദർ ഹൈലി ക്വാളിഫൈഡ്. എന്നിട്ടോ എൻ്റെ അമ്മ എന്താണ്, ഭയങ്കര ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്. ഈസ് ഹൈലി സ്റ്റങ് അല്ലെ, ഭയങ്കര ഹൈലി എന്താ പറയാ, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ടെൻസ് ആൻഡ് നെർവസ്. പക്ഷെ എന്താണ്, ഹിസ് ഹൈലി സ്റ്റങ് ആൻഡ് ടെൻസ് ആൻഡ് നെർവസ്. പക്ഷെ അവരെപ്പോഴും എന്താണ്, അവരുടെ ജോലി കാരണം എന്താണ് ടെൻഷനും ഉത്കണ്ഠയും ടെൻഷനും ഒക്കെ ആയിട്ട് അവരെന്ത് ചെയ്യണം, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഡു യു തിങ്ക് ലിറ്ററസി മേക്ക് us restless, afraid and frustrated? അപ്പൊ അച്ഛൻ്റെ അടുത്ത് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, അച്ഛന് തോന്നുന്നുണ്ടോ ലിറ്ററസി മേക്ക് us restless, അതായത് വിദ്യാഭ്യാസം നമ്മളെ റെസ്റ്റ്ലെസ്സും എഫ്രൈഡും ആൻഡ് ഫ്രസ്ട്രേറ്റഡും ആക്കുന്നു എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ, അച്ഛന് തോന്നിയിട്ടുണ്ടോ? നമ്മളൊരു എന്താ പറയാ, ഒരു റെസ്റ്റ് ഇല്ലാതെ പേടിപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് എപ്പോഴും ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പഠനം നമുക്ക് തോന്നിയിട്ടുള്ളതെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ എന്താണ്, വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് വായിച്ചു പോകുമ്പോൾ തന്നെ അതിന്റെ ആൻസർ കിട്ടുന്ന രീതിയിലുള്ളതാണ്. ഹു ഹാസ് റിട്ടൺ ദ ലെറ്റർ, who is written to, why has it been written, what had his father written. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയത്, ഇത് ആരാ എഴുതിയത്, ആർക്കാ എഴുതിയിട്ടുള്ളതെന്ന്. അപ്പൊ തുടക്കത്തിൽ ഞാൻ പറയാൻ മറന്നുപോയതാണ്, രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. കുട്ടി തന്റെ അച്ഛൻ എഴുതിയ ഒരു കത്താണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് എഴുതിയത്, എക്സാമില് തന്റെ ഫസ്റ്റ് റാങ്ക് സ്ലിപ്പായിട്ട് സെക്കൻഡ് റാങ്കിലോട്ട് ഡൈവേർട്ടായി. അപ്പൊ അതിനെന്നോണം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൺവിൻസ് ചെയ്യിക്കുകയാണ്. അച്ഛൻ ഒരു കത്ത് അയച്ചിരുന്നു അല്ലെ, മാർക്ക് കുറഞ്ഞത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കത്ത് അയച്ചിരുന്നു. അതിന് മറുപടി എന്നോണം ഈ കുട്ടി പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിലുള്ളത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആ നോട്ട്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കണം. പിന്നെ നമ്മൾ നോട്ട്സ് തരുമ്പം അതിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് എഴുതിയാൽ മതി. ഇനി ഇതിൽ രണ്ടാമത്തെ സെക്ഷൻ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് അതിന് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, വിസ്ഡം ഓർ നോളജ്? What should our education do for us? Let us read on and find out what the writer thinks. അപ്പൊ അതിൽ ചോദിക്കുന്നുണ്ട് അല്ലെ, ഈ വിസ്ഡം ആണോ നോളജ് ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് എന്താണ് ഇവിടെ ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, വാട്ട് ഷുഡ് അവർ എഡ്യൂക്കേഷൻ ഡു ഫോർ us? എഡ്യൂക്കേഷൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമ്മള് നോളജ് എന്ന് പറയുന്നത് നമുക്കൊരു പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവായിരിക്കും. വിസ്ഡം എന്ന് പറയുന്നത് എന്താണ്, നമുക്കല്ലാതെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെ, ഒന്ന് അറിവും ഒന്ന് ജ്ഞാനവുമാണ്. രണ്ടും രണ്ട് രീതിയിലുള്ളതാണ്.
അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഓതർ, ഈ കത്തെഴുതിയ ആള് എന്താണ് അതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അതാണ് സെക്കൻഡ് സെഷന് ഡിസ്കസ് ചെയ്യുന്നത്. ഓ പാപ്പ, ലാസ്റ്റ് വീക്ക് മൈ റോസ് പ്ലാന്റ് ഓൾമോസ്റ്റ് ഡൈഡ്. അങ്ങനെ പിന്നെ വീണ്ടും ഈ കുട്ടി കണ്ടിന്യൂ ചെയ്യാണ് അല്ലെ. അച്ഛാ, ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച എന്റെ റോസ് പ്ലാന്റ് എന്തായി, ഡൈഡായി എന്ന് പറഞ്ഞാൽ തളർന്നു വാടി ഉണങ്ങി കരിഞ്ഞു പോവാറായി. സം പെസ്റ്റസ് ഐ ആസ്ക്ഡ് മൈ ബയോളജി ടീച്ചർ. എന്നിട്ട് ഞാൻ എന്റെ ബയോളജി ടീച്ചറോട് ചോദിച്ചു, ഈ ചെടി ഒന്ന് പൂർവ്വസ്ഥിതിയിലാവാൻ വേണ്ടിയിട്ട് ഏത് പെസ്റ്റിസൈഡ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് പെസ്റ്റിസൈഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ആൻഡ് ഷീ വാസ് ക്രോസ്. ഷീ സെഡ് ടു ആസ്ക് ഗോ ബൈ ഹൂ കീപ്സ് ഗാർഡനിങ് തിങ്സ്. അപ്പൊ അവരെന്താണ്, അവര് വളരെ നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് എനിക്ക് തന്നത്. എന്താ പറഞ്ഞത്? ഷീ സൈഡ് ഗോ ആസ്ക് ദ ഗൈ ഹൂ കീപ്സ് ഗാർഡനിങ് തിങ്സ്. അതായത് നീ പോയിട്ട് എന്ത് ചെയ്യാ, ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ആരാണോ അയാളുടെ അടുത്ത് പോയി ചോദിക്കാൻ. കൃഷിയും ഈ പിന്നെ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന ആളാണ്, അയാളുടെ അടുത്ത് പോയി ചോദിക്കാൻ. ഹി വിൽ ടെൽ യു. അതായത് അദ്ദേഹം പറയും ഏത് രീതിയിലുള്ള പെസ്റ്റിസൈഡ്സ് ആണ്, ഏത് രീതിയിലുള്ള വളമാണ് ഒരു ചെടി നന്നായി ഉണ്ടാവാൻ, അല്ലെങ്കിൽ അതൊരു പൂർവ്വ രീതിയിൽ പഴയതുപോലെ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി വരാൻ ഉപയോഗിക്കേണ്ടത്. വി ലേൺ അബൌട്ട് പെസ്റ്റിസൈഡ്സ് ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു യൂസ് ദം. പക്ഷെ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെടികൾ നന്നാവാൻ വേണ്ടി, നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം, പെസ്റ്റിസൈഡ് ഉപയോഗിക്കണം. ബട്ട് വി ഡോണ്ട് നോ ഹൗ ടു യൂസ് ദം. പക്ഷെ നമുക്കറിയില്ല അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന്. ഓ ഫാദർ, ഇറ്റ് മാറ്റേഴ്സ് നോട്ട് ഓർ വൈ ദ ആപ്പിൾ ഡസ് നോട്ട് ഫാൾ അപ്വേർഡ്സ് നോർ ഡു ഐ കെയർ വിത്ത് ആർക്കിമിഡീസ് ഡിഡ്. അപ്പൊ എന്താണ്, അപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാണ് കെയർ ചെയ്യുന്നത്, ഏത് കാര്യം, അതായത് ആപ്പിൾ ന്യൂട്ടൺസ് ലോ ആണ് ഈ പറയുന്നത്. ആപ്പിൾ മുകളിൽ നിന്ന് താഴെ വീഴുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാ പഠിക്കുന്നത്. അതുപോലെ ആർക്കിമിഡീസ് പഠിപ്പിച്ച കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറെ ലോസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ എന്തിനാ നമ്മുടെ ലൈഫിൽ അതൊക്കെ പഠിക്കുന്നത്? വാട്ട് മാറ്റേഴ്സ് ടു മീ ഇസ് ദാറ്റ് മൈ റോസ് പ്ലാന്റ് റിമൈൻ ഹെൽത്തി. എനിക്ക് ഇപ്പൊ ആവശ്യം എന്താണ്, എന്റെ റോസ് പ്ലാന്റ് എന്ത് ചെയ്യണം, നല്ല പഴയതുപോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. വെൻ ദർ ഇസ് എ ഫ്യൂസ് ഇൻ മൈ ഹൗസ് ഐ ഷുഡ് നോ ഹൗ ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. പിന്നെ എന്താണ്, നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂസ് ഉണ്ട് അല്ലെ, നമ്മളുടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടതാണ് ഇതൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്യൂസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു കൃഷിയെ പറ്റിയിട്ട്, ചെടിയെ എങ്ങനെ കെയർ ചെയ്യാം, ഏത് വളമാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്താണ് അറിയാൻ താല്പര്യം. അല്ലാതെ എവിടോ കിടക്കുന്ന ആർക്കിമിഡീസിന്റെയും ഐൻസ്റ്റൈന്റെയും അല്ലെങ്കിൽ എന്താണ് ന്യൂട്ടന്റെ ഒക്കെ ലോ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്. ഐ ഷുഡ് നോ ഹൗ ടു മേക്ക് ഡെസ്ക് ഫോർ മൈസെൽഫ് വിത്ത് മോർ ഫൈവ് കാർപ്പൻറ്റേഴ്സ് ടൂൾസ്. ഇപ്പൊ എനിക്ക് ഒരു ഡെസ്ക് എന്റെ സ്റ്റഡി ആവശ്യത്തിന് വേണ്ടി എനിക്കൊരു ബെഞ്ചോ ഡെസ്കോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ കാർപ്പൻറ്റേഴ്സ് ടൂൾസ്, കാർപ്പൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഹു മേക്കിംഗ് ഫേർണിച്ചർ, അതായത് ഫർണിച്ചർ ഒക്കെ ഉണ്ടാകുന്ന ആശാരിമാരുടെ അടുത്തുള്ള ടൂൾസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യണം, എനിക്കൊരു മേശ ഉണ്ടാക്കാൻ സാധിക്കണം. അതാണ് എന്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അതിനർത്ഥം എന്താ, അതിന്റെ അർത്ഥം നമ്മൾ ഇതൊക്കെ ഇപ്പൊ നമുക്ക് തന്നെ ചിലപ്പം തോന്നൂല്ലേ, നമ്മൾ ഈ മാത്സിലൊക്കെ കുറെ സൈൻ തീറ്റ കോസ് തീറ്റ അങ്ങനെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നത് തന്നെ നമുക്ക് തന്നെ തോന്നും. അപ്പൊ ഈ കുട്ടി പറയുന്നത് ലൈഫിൽ വേണ്ട, പഠിക്കണം, പക്ഷെ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഇതൊന്നും ആവശ്യമില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നെ ഇൻസ്റ്റെഡ് ഐ ലേൺ അബൌട്ട് ഹിപ്റ്റോനസ് റേഷണൽ സ്ക്വയർ റൂട്ട്സ്. അതായത് പിന്നെ നമ്മൾ എന്താണ് ട്രിഗണോമെട്രിയുടെ ത്രികോണത്തിന്റെ ചുറ്റളവും പിന്നെ സ്ക്വയറിന്റെ ചുറ്റളവും പിന്നെ സ്ക്വയർ റൂട്ട്സും ഇങ്ങനെയുള്ള കുറെ മാത്തമാറ്റിക്സ് ഒക്കെ ആണ് നമ്മൾ പഠിക്കുന്നത്. പാപ്പ, വൺ ഐ ആസ്ക്ഡ് മൈ ഗ്രാൻഡ് മദർ ഹൗ ഷീ ഗോട്ട് ടു ബി സോ വൈസ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ എന്റെ മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു, മുത്തശ്ശിക്ക് എവിടെന്നാ ഇത്രയും ബുദ്ധി, എവിടെന്നാ ഇത്രയും അറിവൊക്കെ കിട്ടുന്നത്. ഡു യു നോ വാട്ട് ഷീ സെഡ്. അപ്പൊ അച്ഛൻ അറിയോ അവരെന്താണ് പറഞ്ഞത്? ബൈ ലിവിങ് ആൻഡ് എക്സ്പീരിയൻസിങ്. എന്താണ്, ഇത്രയും കാലം ജീവിച്ചതിൽ കൂടിയും അതിന്ന് കിട്ടിയ അനുഭവത്തിൽ കൂടിയാണ് എനിക്ക് ഈ അറിവും ഇത്ര ബുദ്ധിയൊക്കെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഷീ ലാഫ്ഡ് ആസ് ദോ ഐ ഹാഡ് ആസ്ക്ഡ് സംതിങ് വിച്ച് വാസ് സോ ഒബ്വിയസ്. അങ്ങനെ അവർ ഒത്തിരി അങ്ങ് ചിരിച്ചു. പിന്നെ എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മറുപടി ഇല്ലാത്തൊരു ചോദ്യം പോലെ ആയി പോയേനെ. ആർ വി ലിവിങ് പാപ്പ ഓർ ഇസ് ലൈഫ് ഇസ് എ പാസിംഗ് അസ്. അപ്പൊ ഈ കുട്ടി ചോദിക്കുകയാണ്, എന്താ നമ്മൾ ശരിക്കും ജീവിക്കുകയാണോ അല്ലെങ്കിൽ ലൈഫ് നമ്മുടെ ജീവിതം നമ്മളെ പാസ് ചെയ്ത് പോവുകയാണോ എന്നാണ് ചോദിക്കുന്നത്.
What I fear is that if I were to meet Newton face to face, ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇപ്പൊ പേടിക്കുകയാണ്. ഞാനിപ്പോ ന്യൂട്ടനെ അല്ലെ, ഐസക് ന്യൂട്ടനെ മുഖാമുഖം കണ്ടിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഫെയിൽ ടു റെക്കഗ്നൈസ് ഹിം. ഞാൻ ഒരു പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നതിൽ ഞാൻ പരാജയപ്പെടും. കാരണം എന്താണ്? സോ ബിസി ആം ഐ ലേണിംഗ് അബൌട്ട് ഹിം. എന്താണ്, ഞാൻ അദ്ദേഹത്തെ പഠിച്ചത് വളരെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. യു നോ, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദ ബോയ് വിനു ഇൻ ദാറ്റ് അവാർഡ് വിന്നിംഗ് ഫിലിം ഹി പാറ്റ്ലേഴ്സ് ഇൻ ഹൈബിസ്കസ് റെഡ്. പിന്നെ എന്താണ്, പിന്നെ അതിൽ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. If I were to meet you Newton face to face, I would fail to recognize him. So busy I am learning about him. You know, just like the boy we know in that award winning film. അതായത് ഇവര് കണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു, അവാർഡ് വിന്നിങ് സിനിമ. അതിൽ പറയുന്നുണ്ട് എന്താ, ആ സിനിമന്റെ പേരെന്താ, ദ ഹിബിസ്കസ് റെഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ എന്താണ്, ആ ബുക്കില് നമുക്കറിയാം എന്താണ്, ഹിബിസ്കസിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. പക്ഷെ ആ കുട്ടിയുടെ അടുത്ത് ടീച്ചറൊക്കെ പറഞ്ഞത് എന്താണ്, യെല്ലോ ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എന്താണ്, യെല്ലോ കളർ കൊടുക്കുകയാണ്. ആർ വി മിസ്സിംഗ് ഔട്ട് ദ എസെൻസ് ഓഫ് ലൈഫ്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ലൈഫിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു ലൈഫിന്റെ ആ ഒരു എസെൻസ് ഇല്ലാതാവാണ്, ലൈഫിന്റെ ആ ഒരു തൃപ്തി അല്ലെങ്കിൽ ആ ലൈഫിന്റെ ആ ഒരു എൻജോയ്നെസ് അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്. എനിവേ പാപ്പ, ഡു വി നോ വേർ ഐ ലോസ്റ്റ് ദാറ്റ് ക്വാർട്ടർ മാർക്ക് ദാറ്റ് ബ്രോട്ട് അബൌട്ട് മൈ ഫെയിൽ. അപ്പൊ എന്താണ്, അച്ഛന് മനസ്സിലായോ, അതായത് എനിക്ക് നഷ്ടപ്പെട്ട ഒരു 1/4 മാർക്ക് ഏത് ഭാഗത്തു നിന്നാണെന്ന് അച്ഛൻ അറിയാൻ പറ്റിയോ? ഇറ്റ് വാസ് എ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വെറും ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലാണ് അത് പോയത്. ഐ ഹെൽഡ് ദാറ്റ് ഐ വാസ് ഇൻവൈറ്റഡ് ടു tea and my teachers was adamant that he was invited for a tea. അതെന്താണ്, ഒരു ഇൻവൈറ്റഡ് ടു ടീ എന്നുള്ളതിന് പകരം അല്ല, ഇൻവൈറ്റഡ് ടീ അതായിരുന്നു ആൻസർ. പക്ഷെ എന്താണ്, അതിന് പകരം ഇൻവൈറ്റഡ് ഫോർ ടീ എന്ന് എഴുതിപ്പോയി. എന്താണ്, എ മാറ്റർ ഓഫ് ഗ്രാമർ, ഒരു ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നതിനാണ് എനിക്ക് എത്രയും മാർക്ക് എന്തായത് പോയത്. ആൻഡ് പാപ്പ, ഇഫ് ഹി സേസ് ജോർജ് ബുഷ് ഇസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇറ്റ് വിൽ ബി ഹാവ് ടു ബി സോ. അപ്പൊ ഇവര് കുട്ടി പറയാണ് എന്ത്, ഇനിയിപ്പൊ അവര് പറയാണ് ജോർജ് ബുഷ് എന്താണ് ഇന്ത്യന്റെ പ്രസിഡന്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം എന്താ, അവര് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് എന്നാണ്. ഇറ്റ് വിൽ ബി മൈ പാപ്പ അറ്റ് in the worst to be and if he say the earth is flat, it will be. പിന്നെ പറയാണ് എന്ത്, സൺ റൈസസ് ഇൻ ദ വെസ്റ്റ്. സൂര്യന് പടിഞ്ഞാറുന്നു പിന്നെ ഉദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ടീച്ചർ പറയാണ് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന് പകരം പടിഞ്ഞാറുന്ന് ഉദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതേപോലെ എന്താണ്, ടീച്ചർ നമ്മളടുത്ത് പറയാണ് എർത്ത് റൗണ്ട് അല്ല ഫ്ലാറ്റ് ആണ് എന്ന് പറയാം, പരന്നിട്ടാണെന്ന് പറയാൻ അത് അങ്ങനെ തന്നെ ആയിരിക്കും. മൈ പാപ്പ, അറ്റ്ലീസ്റ്റ് ഓൺ മൈ ആൻസർ പേപ്പേഴ്സ് ഫസ്റ്റ് റാങ്ക് ഇസ് എ സ്റ്റേക്ക് യു സി. അപ്പൊ എന്താ പറയുന്നത്, എന്റെ ആൻസർ പേപ്പറിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. യു സി സ്റ്റിൽ മൈ ഡിയറസ്റ്റ് പാപ്പ, ഐ ഷാൽ കീപ് യുവർ അഡ്വൈസ് ഇൻ മൈൻഡ് ആൻഡ് ട്രൈ നോട്ട് ടു ലോസ് എനി ക്വാർട്ടർ മാർക്ക്. എന്ന് അവസാനം ഈ കുട്ടി പറയണം എന്താ, എന്നിരുന്നാലും സ്റ്റിൽ എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ പ്രിയപ്പെട്ട അച്ഛ, ഞാൻ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വാക്കുകളെ എന്താ പറയുക, നിങ്ങളുടെ ഉപദേശത്തെ മാനിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഞാൻ ഇനി ചെറിയ ഒരു ക്വാർട്ടർ മാർക്സും എന്ത് ചെയ്യുക, ഇനി കുറയ്ക്കാത്ത രീതിയിൽ ഹൈലി സ്കോർ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാം, ശ്രമിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയുക, ഒരു പോരായ്മയാണ് ഈ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, പഠിപ്പിച്ചു തരും അല്ലെ. അപ്പൊ അവര് ടീച്ചേഴ്സ് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ. അതാണ് ഒരു ഉദാഹരണം കൊടുത്ത്, ജോർജ് ബുഷ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണോ? അല്ല അല്ലെ, അമേരിക്കൻ പ്രസിഡന്റ് അല്ല. പക്ഷെ ടീച്ചേഴ്സ് നമ്മളടുത്ത് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്നാണ്, അങ്ങനെ തന്നെ ആവും. അപ്പൊ കുട്ടികൾ അത് മനസ്സിലാക്കുന്നത്, ടീച്ചർമാർ എന്താണ് നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ് കുറെ കാര്യങ്ങൾ. അപ്പൊ ഈ കുട്ടി പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിലാണ് നമുക്കൊരു ട്രെയിനിങ് വേണ്ടതെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറെ തിയറവും കുറെ ത്രികോണത്തിന്റെ ചുറ്റളവും പിന്നെ കുറെ ട്രിഗണോമെട്രിയും കുറെ ന്യൂട്ടൺസ് ലോ ഒന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ ഇത്രയാണ് കുട്ടിയുടെ ഒരു കുറെ ആൻസൈറ്റിയും ക്യൂരിയസും നമുക്ക് തന്നെ ചിലപ്പം തോന്നുന്ന കാര്യങ്ങളാണ് ഈ കുട്ടി ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഇതില് നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക,
വായിച്ചു നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ നോട്ട്സ് തരുമ്പോൾ അതിലുണ്ടാവും. പിന്നെ ഇതിൽ പറയാൻ പ്രത്യേകിച്ച് ഗ്രാമർ പോർഷൻ ഒരു ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഗ്രാമറിൽ വരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇതിൽ കുറെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. നമ്മളതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ അതിന് പറയുന്നത്. അപ്പൊ നമ്മളിതിൽ ഡു യു നോ, ഈസ്, ആർ യു എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ഈ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈസ് ഇറ്റ് പോസിബിൾ ദ വേൾഡ് ഹാസ് ടേൺഡ് എ ടോപ്സി ടർവി ഇൻ ജസ്റ്റ് വാട്ട് ആൻസർ ഡസ് ദ റൈറ്റർ എക്സ്പെക്ട്? അപ്പൊ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡു യു അപ്ലൈ പൈതഗോറസ് തിയറം? അപ്പൊ ഡു യു, ഈസ് ഇറ്റ്, ആർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചോദിക്കും. അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇസ്, ആർ, ഡു വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന്റെ ആൻസർ എന്തായിരിക്കും നമ്മൾ പറയും എപ്പോഴും? ഒന്നെങ്കിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാണ്. മനോഹർ ഇൽ, മനോഹർ ഇല്ലാണോ നമ്മൾ എങ്ങനെ ചോദിക്കും? നമ്മൾ ഇസിനെ പിടിച്ച് ഫസ്റ്റ് ഇട്ടിട്ട് വെക്കും. ഇസ് മനോഹർ ഇൽ? മനോഹറിന് അസുഖമാണോ? അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? യെസ്, മനോഹർ ഇസ് ഇൽ. അതെ, അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിന് അസുഖമാണ്. മനസ്സിലായോ? പിന്നെ യു ഗോയിങ് ടു ദ മാർക്കറ്റ്? നിങ്ങൾ മാർക്കറ്റിൽ പോവുകയാണോ? അപ്പൊ നമ്മൾ യുവിന്റെ കൂടെ എപ്പോഴും എന്താ വരിക? ആർ യു അല്ലേ വരിക. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താണ് വരിക? ആർ യു ഗോയിങ് ടു ദ മാർക്കറ്റ്? നിങ്ങൾ മാർക്കറ്റിൽ പോവുകയാണോ? പിന്നെ അടുത്തത് നോക്കാം. ദ ടീച്ചർ ഇൻ ദ ക്ലാസ്? ഇസ് ദ ടീച്ചർ ഇൻ ദ ക്ലാസ്? ആ ടീച്ചർ ക്ലാസ്സിലാണോ? യു ലൈക്ക് ദ മാംഗോസ്? ഇപ്പൊ ഡു ആണെങ്കിൽ എന്താ വരാ? നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ യു ആണെങ്കിൽ എപ്പോഴും അവിടെ എന്താ വരാ? ഡു ആണ് വരാ. ഡു യു ലൈക്ക് മാംഗോസ്? നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമാണോ? പിന്നെ യുവർ മദർ കുക്കിംഗ്? നിങ്ങളുടെ അമ്മ കുക്ക് ചെയ്യുമോ എന്നാണ്. ആർ യുവർ മദർ കുക്കിംഗ് ആണോ? അല്ല അല്ലെ. ഇസ് യുവർ മദർ കുക്കിംഗ്? നിന്റെ അമ്മ കുക്ക് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. യു ആണെങ്കിലാണ് ആറ് വരാ, യുവർ ആണെങ്കിൽ എന്താണ്? ഇസ് ആണ് വരാ. മനസ്സിലായോ? ഇനി ഡാഷ് യുവർ ബ്രദർ ഈറ്റ് എഗ്സ്? നിങ്ങളുടെ സഹോദരന് മുട്ട കഴിക്കുമോ? അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു ഡു ആണെങ്കിൽ യു ആണെങ്കിൽ ഇവിടെ ഡു ആണ് വരാ. ഡു യു എന്നാണ് വരാ. മനസ്സിലായോ? പക്ഷെ ഇവിടെ യുവർ ആണ്. അപ്പൊ നമ്മൾ ഡു യുവർ ബ്രദർ ഈറ്റ് എഗ്സ് എന്ന് ചോദിക്കൂല. ഡസ് യുവർ ബ്രദർ ഈറ്റ് എഗ്സ് എന്നാണ് ചോദിക്കുക. ഇനി യു നോ സാൻസ്ക്രിറ്റ്? നിനക്ക് സംസ്കൃതം അറിയാം? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഫോമിൽ എങ്ങനെയാ ചോദിക്കുന്നത്? ഡു യു നോ സാൻസ്ക്രിറ്റ്? ഡു യു നോ സാൻസ്ക്രിറ്റ്? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചോദിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് ഇവിടെ ഡു എന്ന് പഠിച്ച്, ഈ ഡു ആണെങ്കിൽ എപ്പോഴും യുവിന്റെ കൂടെ അല്ലെങ്കിൽ ഡു ദേന്റെ കൂടെ അല്ലെങ്കിൽ ഡു വി. അതെ. ഇനി ഡസ് ഉണ്ട്. നമ്മൾ ഡസ് ആണെങ്കിൽ ഇപ്പൊ യുവർ നിൽക്കുക, ഡസ് യുവർ. അപ്പൊ അവിടെ സിസ്റ്റർ ആണെങ്കിലോ ഡസ് യുവർ സിസ്റ്റർ. പിന്നെ ഡസ് യുവർ മദർ? അങ്ങനെയാണ് ചോദിക്കുക. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഡസ് ചോദിക്കുക. മനസ്സിലായില്ലേ? ബാക്കിയൊക്കെ എന്താണ്? ഡു യു ആണ്. ഡു യു ദേ, ഡു വി ഗോ, പിന്നെ അങ്ങനെ. പിന്നെ ഡസ് ആണെങ്കിൽ ഡസ് യുവർ സിസ്റ്റർ, ഡസ് യുവർ മദർ. പിന്നെ നെയിം ആണെങ്കിലും നമ്മൾ ഡസ് ആണ് വിളിക്കുക. ഡസ് അലീന? അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഞാൻ 2-3 എക്സാമ്പിളും കൂടെ പറയാം. നമ്മൾ ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, അവള് ഒരു സ്റ്റുഡന്റ് ആണോ? ഇസ് ഷീ എ സ്റ്റുഡന്റ്? അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? അതെ, അവള് സ്റ്റുഡന്റ് ആണ്. യെസ്, ഷീ ഈസ് എ സ്റ്റുഡന്റ്. അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് പറയാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്.
ഇനി നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ, അപ്പൊ നമ്മൾ എന്താ പറയാ, ഡു യു ലൈക്ക് ഐസ്ക്രീം, നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ. നമ്മൾ യു ലൈക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താ, ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ചോദ്യം വേണമെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഡു ചേർക്കണം. ഡു യു ലൈക്ക് ഐസ്ക്രീം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും, ഒന്നെങ്കിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇനി നിന്റെ സിസ്റ്ററിന് എന്താണ് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് എങ്ങനെ നമ്മൾ ചോദിക്കാം, ഡസ് യുവർ സിസ്റ്റർ ലൈക്സ് ഐസ്ക്രീം, അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക. അപ്പൊ ഡസ് ആണ് വരിക. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. ചിലപ്പം എക്സാമിന് ചോദിക്കുന്നതാണ്, വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം വരുന്നുണ്ട്. നമുക്ക് WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. WH വെച്ച് തുടങ്ങുന്നിട്ട് വാട്ട്, പിന്നെ നമ്മുടെ വിച്ച്, പിന്നെ വൈ, ഇതൊക്കെയാണ് എന്ത്, ഹൗ, ഇതൊക്കെയാണ് നമ്മുടെ WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. WH ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം, ഇത്രയെല്ലാം W, വിച്ച്, ഹൂ, വേർ, അതൊക്കെ എന്താണ് WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. Now fill in the blanks with the following sentence with who, what and which. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഡാഷ് ഇസ് ദാറ്റ് മാൻ, ആ മനുഷ്യൻ ആരാ. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക, ഹൂ എന്ന് പറഞ്ഞ ഒരു പേഴ്സണെ റെപ്രസെന്റ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ആര് എന്നുള്ളതിന് വേണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, ഈ ഹൂ ആണ്, ഒരു പേഴ്സൺ ആണ്. അപ്പൊ എന്താ ഇവിടെ എന്താ ആൻസർ വരിക, ഹൂ ആണ്. ഹി, ഹൂ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. ഇനി ഡാഷ് ബുക്ക് ഡു യു വാണ്ട്, ഏത് പുസ്തകമാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ വാട്ട് ഏത് പുസ്തകമാണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കാൻ എന്താണ്, വിച്ച് ആണ്. ഏത്, വിച്ച്, ഏത്, വിച്ച് ഏത്. അപ്പൊ ഇവിടെ നമ്മൾ വിച്ച് എടുത്തെഴുതാം. നമ്മൾ വിച്ച് എടുത്തെഴുതി. ഓക്കെ, ഇനി നോക്കാം. ഡാഷ് ഇസ് യുവർ നെയിം അല്ലെ, നിന്റെ പേരെന്താണ്. അപ്പൊ എന്താണ്, വാട്ട്, നമ്മളവിടെ വാട്ട് എടുത്തെഴുതാം. വാട്ട് എന്ന് വെച്ചാൽ എന്ത് എന്നുള്ളത് അർത്ഥമാണ്. ഇനി നമ്മൾ പേര് ചോദിക്കുകയാണെങ്കിലും നമ്മൾ വാട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ ടൈം ചോദിക്കുകയാണെങ്കിലും സമയം എത്രയായെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ ടൈം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നാ ചോദിക്കുക. ഹൗ എന്ന് ചോദിക്കത്തില്ല. ഹൗ എന്ന് വെച്ചാൽ എത്ര എന്നാണ്. പക്ഷെ ടൈമിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചോദിക്കുക, വാട്ട് ടൈം ഈസ് ഇറ്റ്. ഉണ്ടോ. ഡാഷ് മെറ്റ് ഹിം, ആരെ മീറ്റ് ചെയ്തു എന്ന് ചോദിക്കണം. അപ്പൊ എന്താണ്, ഹൂ മെറ്റ് ഹിം, ആര് മീറ്റ് ചെയ്തു. ഡാഷ് വൺ ഓഫ് ദം വൺ ദ ടെന്നീസ് മാച്ച്, ബെക്കർ ഓർ സംപ്രാസ്. അപ്പൊ ആരാണ് മത്സരത്തിൽ വിജയിച്ചത്. അപ്പം ഹൂ വൺ ഓഫ് ദം ചോദിക്കില്ല, വിച്ച് വൺ ഓഫ് ദം എന്നാണ് ചോദിക്കുക. വിച്ച് ഇവിടെ കൊടുക്കുക. ഏത് ടീമാണ് ടെന്നീസില് വിജയിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഏതെന്നുള്ളതിന് നമ്മൾ അവിടെ എന്ത് ചെയ്യാം, കൊടുക്കാം. ഇനി വേർ മീൻസ്, വൈ മീൻസ് എന്ത് നമ്മൾ മലയാളത്തിൽ ചോദിക്കും. അതാണ് വൈന്റെ അർത്ഥം, എന്തുകൊണ്ട്. അത് റീസൺ നമ്മൾ അറിയാനാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സെന്റൻസ് പറയാം, വൈ ആർ യു ലേറ്റ്, നീ എന്തുകൊണ്ട് താമസിച്ചു. വൈ ആർ യു ലേറ്റ്. അപ്പൊ അതിന് റീസൺ ആണ് നമ്മൾ അറിയേണ്ടത് അല്ലെ. പിന്നെ വേർ മീൻസ് എപ്പോൾ എന്നുള്ളൊരു അർത്ഥം നമ്മൾ മലയാളത്തിൽ, അത് ഒരു ടൈം പീരീഡിനെ പറയാണ് അല്ലെ. വെൻ ഡു യു ഗെറ്റ് വേർ ആർ യു ഗോയിങ്, എന്താണ്, നീ എവിടാ പോകുന്നത്. നീ എവിടാ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വേർ. അതായത് അറ്റ് എ പ്ലേസ്, നമ്മൾ ഏതെങ്കിലും നീ പോയ സ്ഥലം ഏതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വേർ ഉപയോഗിക്കുന്നത്. വെൻ എന്ന് ചോദിച്ചാൽ എപ്പോൾ, എപ്പോഴാണ്. വെൻ ഡു യു ഗെറ്റ് അപ്പ്, നീ എപ്പോഴാണ് എണീക്കുന്നത്. മനസ്സിലായില്ലേ. അപ്പം അറ്റ് 7 AM, ഞാൻ 7 മണിക്ക് എണീക്കുന്നു. പിന്നെ വേറെ നമ്മൾ പറഞ്ഞു, വേർ ഡു യു ലിവ്, നീ എവിടാ താമസിക്കുന്നത്, ഇൻ ഡൽഹി. ഇനി ഹൗ എന്ന് ചോദിച്ചാൽ സിമ്പിൾ. ഹൗ ക്യാൻ ബി യൂസ് ടു ആസ്ക് അബൌട്ട് ദ മെത്തേഡ്. ഈ ഒരു മെത്തേഡിനെ പറ്റി നമ്മൾ എങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ഹൗ ഓൾഡ് ആർ യു, ഹൗ ആർ യു, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ, എത്ര എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഹൗ ആണ്. ഇത്രയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക,
ഡാഷ് വേർ യു ആബ്സെന്റ് യെസ്റ്റർഡേ. ഇന്നലെ ആബ്സെന്റ് ആയി, അതിന് റീസൺ ആണ് അല്ലെ. ഇന്നലെ ആബ്സെന്റ് ആയി നമ്മള് ക്വസ്റ്റ്യൻ, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ അവിടെ ചെയ്തു കൊടുക്കണം, എന്തുകൊണ്ട് എന്ന് വരണം. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ, വൈ എഴുതി കൊടുക്കുക. വൈ ആർ യു ആബ്സെന്റ് യെസ്റ്റർഡേ. സിമ്പിൾ ആണ്. പിന്നെ വിൽ യു കം ടു മൈ ഹൗസ്. ആ, നീ എപ്പോഴാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത് എന്നാണ്. അപ്പൊ എന്താണ് വെൻ വിൽ യു കം ടു മൈ ഹോംസ്. ഇനി ആർ യു ഗോയിങ് അല്ലെ, നീ പോകുന്നു അല്ലെ, നീ പോകുന്നു ക്വസ്റ്റ്യൻ ആണ്, എങ്ങോട്ടാ അല്ലെങ്കിൽ എവിടെ അല്ലെ. അപ്പൊ നമ്മൾ അത് എന്താണ്, വേർ ആണ്. അത് നമ്മൾ അവിടെ എന്ത് ചെയ്യാ, ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എഴുതി കൊടുക്കുക. ഞാനായതുകൊണ്ട് ടൈപ്പ് ചെയ്തു, നിങ്ങൾ എക്സാമിന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ്, ആർ യു സോ ടയേർഡ്. ആ, നീ എന്തുകൊണ്ടാ ടയേർഡ് ആയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, അവിടെ വൈ ആർ യു സോ ടയേർഡ്. ഇനി ഷാൽ ഐ മീറ്റ് യു. ഞാൻ കാണട്ടെ, ഞാൻ നിന്നെ കാണട്ടെ. എപ്പോഴാന്ന് ചോദിക്കില്ലേ, അതാണ് എപ്പോഴാ നിന്നെ മീറ്റ് ചെയ്യേണ്ടത്. വെൻ ഷാൽ ഐ മീറ്റ് യു. ഇനി നമ്മൾ ഷോപ്പിങ്ങിന് എങ്ങനെ പോകും, അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഹൗ ഉപയോഗിക്കണം. ഹൗ ക്യാൻ വി ഗോ ഷോപ്പിംഗ്. അപ്പൊ സിമ്പിൾ ആണ്. നമുക്ക് ഏകദേശം ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഐഡിയ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു WH ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്പിയർ ചെയ്യാം. അപ്പൊ നമ്മളത് കൂടുതൽ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാം, പഠിക്കാൻ നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 4th ചാപ്റ്റർ. നല്ലോണം പഠിക്കുക. ഈ നോട്ട്സ് ഒക്കെ തരുന്നതൊക്കെ വായിച്ചു നോക്കുക, എക്സസൈസ് ഒക്കെ നോക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.